ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 29. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സർവത്തിലും സമദൃഷ്ടിയോടൊത്ത യോഗയുക്താത്മാവ് സർവഭൂതങ്ങളിലും കുടികൊള്ളുന്നത് താനാണെന്നും തന്നിലാണ് സർവഭൂതങ്ങളെന്നും കാണുന്നു. ഇപ്പൊ യോഗം എന്നുള്ള ശബ്ദത്തിന് ലക്ഷ്യതലത്തില് ജീവബ്രഹ്മ ഐക്യജ്ഞാനം എന്നാണ്. അവിടെ ജീവനെന്നോ ബ്രഹ്മമെന്നോ അഥവാ ഈശ്വരനെന്നോ വേറെയില്ല. പക്ഷെ അനുഷ്ഠാന തലത്തില് വ്യത്യസ്തങ്ങളായ മാർഗതലങ്ങളില് ആ യോഗ ശബ്ദത്തിന് അർത്ഥം വേറെയാണ്. ഒരു ക്ഷേത്രം തുടങ്ങിയ ഉപാസനാ കേന്ദ്രങ്ങളിൽ ചെന്ന് ആരാധിക്കുന്ന ഒരാൾ പ്രാഥമിക തലത്തിൽ വിഗ്രഹം തന്നെയാണ് ഈശ്വരൻ എന്നുള്ള തലത്തിലാണ് ഉള്ളത്. അവിടെ പോകുമ്പോൾ ഭക്തി ഉണ്ടാവും. അവിടെ പോയാൽ മാത്രമേ ആ ആള് ഈശ്വരീയമായ ഭാവങ്ങൾ, എല്ലാവരോടും നല്ല പെരുമാറ്റം, നല്ല സഹവർത്തിത്വം എല്ലാം ആ ഈശ്വരമയമായ ഒരു അന്തരീക്ഷത്തെ അവൻ അതിൽ കാണുന്നു, ആ ക്ഷേത്രാങ്കണത്തിൽ കാണുന്നു. അവിടെ നിന്ന് വിട്ടുപോരുന്നതോടുകൂടി അത് കഴിഞ്ഞു. പിന്നെ മുഴുവൻ ഭേദമായി. കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ ആ ക്ഷേത്രത്തിലെ ആ വിഗ്രഹത്തിൽ നിന്ന് ഉപരി പുറത്തുള്ളതിലും ഓരോന്നിലും ഈശ്വര ദൃഷ്ടി കൈവരാൻ പഠിക്കുന്നു. അതിനൊക്കെ ശാസ്ത്രമാണ് സഹായം. ഗുരുശാസ്ത്രങ്ങളുടെ തുണ വേണം. അങ്ങനെ സർവത്തിലും ആ കണ്ട വിഗ്രഹത്തിലൂടെ കണ്ടത് തന്നെയാണ് സർവത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ആ സർവത്തിലും കാണുന്ന താനുണ്ടല്ലോ, അതും ആ ഈശ്വരൻ തന്നെയാണ്. ഈശ്വര ഭിന്നമായിട്ടൊന്നുമില്ലെന്നറിയുന്നു. തന്നിൽ താനായി നിലകൊള്ളുന്നതാണ് ആ ഈശ്വര തത്വം. അഖിലാണ്ടമണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന ആ പരമപ്രകാശം തന്നെയാണ് സർവഭൂതങ്ങളിലും വിളങ്ങുന്നത്. ഈ ദൃഷ്ടി കൈവന്നു കഴിഞ്ഞാൽ എന്നിട്ട് പറയാണ്, ഇത് എന്തെങ്കിലും ചെയ്തു നേടേണ്ടതോ എവിടെയെങ്കിലും പോയി പ്രാപിക്കേണ്ടതോ അല്ല. അപ്പൊ ഇത്രയും സമയം നമ്മൾ പഠിച്ചത് എന്താ? കഠിനങ്ങളായ അനുഷ്ഠാനങ്ങളെ നിത്യനിരന്തരമായ യോഗം കൊണ്ട്, ധ്യാനയോഗം കൊണ്ട് അഭ്യസിച്ചിട്ട് അങ്ങുമിങ്ങും ചിതറിയോടുന്ന നമ്മുടെ ചിത്തവൃത്തികളെ ഏകാഗ്രമാക്കി തീർക്കണം എന്നൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്. ഇപ്പൊ പറയാ അത് പുറമെന്ന് നേടേണ്ടതല്ല. അത് തന്നെയാണ് തൻ്റെ സ്വതസിദ്ധമായ ഭാവം. അറിവില്ലായ്മ കൊണ്ട് താൻ പലതാണെന്ന് ധരിച്ചു. തന്നിൽ വിളങ്ങുന്ന അതേ ഈശ്വര സ്വരൂപം തന്നെയാണ് സർവത്തിലും കുടികൊള്ളുന്നതെന്ന് താൻ അജ്ഞാനവശാൽ മറന്നുപോയി. അതുകൊണ്ടുണ്ടായ ദോഷങ്ങൾ ഈ ലോകത്ത് അനേകം ഉണ്ട്, പറഞ്ഞാൽ തീരില്ല. കേവലം മനുഷ്യന്മാരിൽ മാത്രമല്ല, സർവ്വജീവജാലങ്ങളിലും ആ ഒരു ഈശ്വരൻ തന്നെയാണ് വിളങ്ങുന്നത്. സർവ്വചരാചരങ്ങളിലും വിളങ്ങുന്നത് ഭഗവാൻ തന്നെയാണ്. അത് തന്നെയാണ് തന്നിലുള്ളത്. തനിക്കൊരു പ്രത്യേകതയുമില്ല. ഉപാധിഗതമായ പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഉപാധിഗതമായത് താൻ തൻ്റെ കർമ്മത്താൽ സമ്പാദിച്ചതാണ്. തന്നിലുള്ള ഗുണത്തെ കാണുകയും മറ്റുള്ളവരുടെ ദോഷത്തെ കാണുകയും ചെയ്യുക എന്നുള്ള ആ ദോഷം ലോകത്ത് നമ്മൾ കാണുന്നു. അതിൻ്റെ ഫലമായിട്ട് തൻ്റെ ഗുണത്തിന് വേണ്ടി, തൻ്റെ സുഖത്തിന് വേണ്ടി മറ്റൊന്നിനെ കൊന്നാലും തിരക്കേടില്ല, മറ്റൊന്നിനെ നശിപ്പിച്ചാലും തിരക്കേടില്ല. തൻ്റെ കണ്ണിലെ കമ്പ് കാണാത്തവൻ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് കാണുന്നു. എന്തുകൊണ്ടാണത്? ഇതെല്ലാം വേറെയാണെന്നുള്ള തോന്നലാണ്. താൻ ആരാധിക്കുന്ന ആ വിഗ്രഹത്തിൽ കണ്ട ഈശ്വരൻ
സർവത്തിലും കുടികൊള്ളുന്നവനാണെന്നും ആ സർവത്തിലും കുടികൊള്ളുന്ന ആ ഈശ്വര ചൈതന്യം തന്നെയാണ് തന്നിൽ താനായിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ ആരെ, എന്തിന്, എപ്പോ, എങ്ങനെ നിന്ദിക്കും? എല്ലാറ്റിനെയും വന്ദിക്കുന്നവനായിത്തീരും. ഇപ്പൊ ചോദ്യം, അങ്ങനെയാകുമ്പോൾ വ്യാവഹാരിക ജീവിതം നടക്കുമോ? ഉപാധിഗതമായ ഭേദത്താൽ ഒരാൾ ചെയ്യുന്ന തെറ്റുകളും അത് എന്ത് പ്രവൃത്തികളോ ആവട്ടെ, ആ പ്രവൃത്തിയെ ആ വ്യക്തിയും ആ വ്യക്തിയുടെ സ്വഭാവവും തമ്മിൽ വേർതിരിക്കാൻ അറിയണം. എപ്രകാരമാണോ സ്വർണവും സ്വർണ്ണ ആഭരണവും വ്യാവഹാരിക ദൃഷ്ടിയിൽ വ്യത്യസ്തമായിരിക്കുന്നത്, പരമാർത്ഥിക ദൃഷ്ടിയിൽ സ്വർണ്ണ ഭിന്നമായി ആഭരണമില്ലാത്തതുപോലെ കള്ളനെയും കള്ളൻ എന്നുള്ള വ്യക്തിയെയും കള്ളത്തരത്തെയും വേർതിരിക്കാൻ അറിയണം. ആ കള്ളത്തരത്തെ നിന്ദിക്കണം, അത് ആ വ്യക്തിയെ നിന്ദിക്കലാവരുത്. ഒരാളുടെ ദോഷത്തെ പറയുമ്പോഴും ആ വ്യക്തിയെ വെറുക്കാൻ അവകാശമില്ല. കാരണം ആ വ്യക്തി ആരാണ്? അത് ഈശ്വരൻ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് അയാളിൽ ഗുണം ദോഷമൊക്കെ ആരോപിക്കപ്പെട്ടു? അത് അയാൾ അജ്ഞാനവശാൽ ചെയ്തു പോയതാണ്, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. ആ പ്രവൃത്തികൾ തന്നിലുമുണ്ട്. അപ്പം തൻ്റെ ദോഷഭാവത്തെ താൻ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ ദോഷത്തെ കാണുന്ന ചെയ്തികൾ, ആ ദൃഷ്ടി അയാളിൽ നിന്ന് പോകും. എല്ലാറ്റിലും സമദൃഷ്ടി കൈവരും. ഇത് പോയി പ്രാപിക്കേണ്ടതോ പലതും ചെയ്തു നേടേണ്ടതോ അല്ല. ഇത് തൻ്റെ സ്വഭാവമാണ്, മനുഷ്യ ജന്മസഹജമാണ്. അത് മനുഷ്യന് മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കൂ. മനുഷ്യനെ ഈശ്വരനാവാൻ പറ്റൂ. താൻ ഈശ്വരൻ തന്നെയാണ്. താൻ ഈശ്വരനാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ വേറെന്തൊക്കെയാണെന്നല്ല. തന്നിൽ ഈശ്വരനെ കാണുന്നവൻ സർവത്തിലും ഈശ്വരനെ കാണുന്നു. ഈശാവാസ്യം ഇതം സർവം. അപ്പൊ അവിദ്യാവൃത്തികൾ നീക്കപ്പെടുമ്പോഴുള്ള പരമമായ ബലത്തെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിന് പറയുന്ന പേരാണ് ചിത്തശുദ്ധി എന്നുള്ളത്. അജ്ഞാനത്തെ നീക്കലാണ് ചിത്തശുദ്ധി. ഇതാണ് ധ്യാനയോഗത്തിൻ്റെ പരിണതഫലം. അപ്പൊ സർവഭൂതസ്ഥം ആത്മാനം ഈക്ഷതേ സർവഭൂതാനി ആത്മനി ച ഈക്ഷതേ. ഈ ഉണ്ടായതെല്ലാം, ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത്, ഉണ്ടായത്, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സർവവും ഭൂതങ്ങൾ. ആ ഭൂതങ്ങൾ മുഴുവൻ അതിൽ എത്ര ഉയർന്നതെന്നോ താഴ്ന്നതെന്നോ ഭേദമില്ല, നല്ലതെന്നോ ചീത്തയെന്നോ ഭേദമില്ല. എല്ലാം ഭഗവത് സൃഷ്ടികൾ തന്നെ, അഥവാ ഭഗവാൻ തന്നെയാണ്. ഇങ്ങനെയുള്ള സർവഭൂതങ്ങളിലും വർത്തിക്കുന്നതായി ആത്മാവിനെ, അതായത് തന്നെ ആത്മഭാവേന സ്വത്വത്തെ കാണുന്നതാരോ, ഈ അറിവുണ്ടാവുക. ഇതാണ് ധ്യാനത്തിൻ്റെ ആ ഏകാഗ്രതമമായിരിക്കുന്ന ധ്യാനനിഷ്ഠ കൊണ്ട് എത്തിച്ചേരേണ്ടുന്ന തലം. എല്ലാറ്റിലും ഉള്ള ഉണ്മ, അസ്തിത്വം, അത് രണ്ടില്ല. അസ്തിത്വം രണ്ടുണ്ടാവാൻ തരമില്ല. ഈശ്വരൻ പലതില്ല തന്നെ. അപ്പോൾ സർവത്തിലും സ്വരൂപതയ അതേകമാണ്. അത് വിവിധ ആകാരത്തിൽ കാണപ്പെടുന്നു എന്ന് മാത്രം. ഈ ഒരു വീക്ഷണത്തെ നമ്മളെ ബോധിപ്പിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. എങ്ങനെയാണോ സ്വർണ്ണാഭരണങ്ങൾക്ക് സ്വർണത്തിൽ നിന്ന് അന്യമായി അസ്തിത്വമില്ലാത്തത്, അങ്ങനെയാണ് ആത്മാവാകുന്ന ഉണ്മയാലാണ് എല്ലാം ഉള്ളതായിത്തീരിക്കും. ഞാനുണ്ട്, നിങ്ങളുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ഉറുക്കനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഉണ്മ ഉണ്ട്. ആ ഉണ്മയായി നിലകൊള്ളുന്നത് അതാണ്. ഉപനിഷത്ത് പറയുന്നത് നോക്കൂ, യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവാഭൂതി ജാനതഃ തത്ര കോ മോഹഗശോക ഏകത്വമനുപശ്യതഃ. യാതൊരാളിൽ സർവഭൂതങ്ങളും താൻ തന്നെയായി ഭവിച്ചിരിക്കുന്നുവോ ആ വിജ്ഞാനിയെ ഏകത്വദർശിക്ക് എന്ത് ശോകം, എന്ത് മോഹം. അയാൾ ആർക്കൊരു ദുഃഖവും കൊടുക്കുന്നില്ല, അയാൾ ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കുന്നില്ല. എല്ലാറ്റിലും അയാൾ ഈശ്വര ഭാവത്തെ കാണുന്നു.
അയാൾക്ക് ഈ ലോകത്തെ മുഴുവൻ അയാൾ സ്നേഹിക്കുക. എപ്രകാരമാണോ ഭഗവാനെ നമ്മൾ ഭക്തിപൂർവം ആരാധിക്കുന്നു, അതുപോലെ സർവത്തിലും നമ്മൾ കൈകൂപ്പിയ ഭഗവത് ഭാവത്തെ കാണുന്നു. കൈകൂപ്പുന്നു പോലും ഇല്ല, കാരണം കൈകൂപ്പണമെങ്കിൽ തന്നിലില്ല മറ്റുള്ളതിലുണ്ടെന്ന് പറയണം. തന്നിലും അത് തന്നെയാണുള്ളത്. ഈ ഒരു ഭാവത്തെ ഈ ഏകത്വ ദർശനത്തിൽ സർവത്തിലും കുടികൊള്ളുന്ന ആ ഭഗവാനെ കാണുന്ന ഇത് തന്നെ. അപ്പം ഈശ്വരോന്മുഖമായി ഉള്ള ആ സ്നേഹം ഉണ്ടല്ലോ, സർവത്തിലുമുള്ള സ്നേഹം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഭക്തി. ഇത് ഭാഗവതവും പറയുന്നുണ്ട്. സർവഭൂതേഷു യപശ്യേത് ഭഗവത് ഭാവമാത്മനഃ ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമഃ എന്ന് ഭാഗവതത്തിൽ പറയും. ഭക്തി ഗ്രന്ഥത്തിൽ പറയാം, സർവഭൂതങ്ങളിലും യാതൊരാളാണോ തൻ്റെ ഭഗവത് ഭാവത്തെ ദർശിക്കുന്നത്, സർവഭൂതങ്ങളെയും ആരാണോ ഭഗവാനായ തന്നിലും ദർശിക്കുന്നത്, അയാളാകുന്നു ഭാഗവതോത്തമൻ, ഉത്തമനായ ഭക്തൻ. ഈ പരമോത്കൃഷ്ടമായ ഏകത്വ ദർശനമാണ് ഈ ധ്യാനയോഗത്തിൻ്റെ ഫലം. അത് ഈ ലോകത്തിന് മുഴുവൻ ശാശ്വതമായ ശാന്തിയെ മാത്രമാണ് അയാൾ പ്രദാനം ചെയ്യുന്നത്. ഈ ഒരു ഭാവം എത്രത്തോളം നമ്മൾ പഠിക്കുന്നുവോ അത്രത്തോളം നമ്മൾ മറ്റൊരാൾക്കും ഈ ലോകത്തിന് ഒന്നിനും തന്നെ ഒരു അശാന്തിയും ഒരു അസ്വസ്ഥതയും ഒരു ദുഃഖവും കൊടുക്കില്ല. താൻ മാത്രമല്ല, എല്ലാവരും ആ ഈ ദിവ്യ സ്വരൂപികൾ തന്നെയാണ് എന്ന് കാണാൻ അയാൾക്കേ കഴിയൂ. എന്നിലെ ആ ചൈതന്യം തന്നെയാണ് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് എന്ന ആ ശരിയായ അറിവ് നേടിയ ആ സനാതന ധർമ്മത്തിൻ്റെ കാതലായ ആ ദർശനത്തിൽ ആരും അന്യരല്ല. അന്യത്വം പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരിൽ നിന്ന് ദോഷവാക്കുകൾ വരില്ല, മറ്റൊരാളെ ഇകഴ്ത്തി കാണിക്കില്ല, ഒന്നിനെയും നിന്ദിക്കില്ല, എല്ലാറ്റിനെയും വന്ദിക്കും. അതുകൊണ്ട് അല്ലയോ പാപികളെ എന്നുള്ള വിളി അവിടെ ഇല്ല. അല്ലയോ ജ്യോതിസിൻ്റെ അരിമക്കിടാങ്ങളെ എന്ന് വിളിച്ചേക്കാം. എല്ലാം ഒരു ഈശ്വരൻ്റെ മക്കളാണ്, അഥവാ ഈശ്വരൻ തന്നെയാണ്. ഇങ്ങനെ എല്ലാറ്റിലുമെല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലും കാണുക, ഇതാണ് നമ്മുടെ ജീവിത ദർശനം. ഈ നാമരൂപ വൈവിധ്യമാർന്ന ഈ ജഗത്ത് കാണുന്നില്ലെന്നല്ല, കാണുന്നുണ്ട്, മറ്റാരേക്കാളും കാണുന്നുണ്ട്. സ്വർണ്ണ ആഭരണത്തെയും സ്വർണ്ണവളയെയും സ്വർണ്ണമാലയെയും അയാൾക്ക് മറ്റുള്ളവരെക്കാൾ അധികം അയാൾ കാണുന്നുണ്ട്, ആകൃതി കാണുന്നുണ്ട്. വ്യവഹാരവും അറിയാം, വ്യവഹാരത്തിൽ അയാൾ പാപ്പരല്ല. വള കൊണ്ടുപോയി കഴുത്തിൽ കെട്ടാൻ പറ്റില്ലെന്ന് അയാൾക്കറിയാം. പക്ഷേ ഈ സ്വർണ്ണവളയിലും സ്വർണ്ണമാലയിലും സ്വർണ്ണമല്ലാതെ മറ്റൊന്നുമില്ല, സ്വർണം മാത്രമാണ് ഇതൊക്കെ ഈ വൈവിധ്യങ്ങളായി തീർന്നിരിക്കുന്നതെന്ന് അയാൾ അറിയുന്നു. അതുകൊണ്ട് അയാൾക്കതിൽ പ്രത്യേകതയൊന്നും തോന്നുന്നില്ല, സമദർശിത്വമാണ് തോന്നുന്നത്. മൺപാത്രങ്ങളിൽ മണ്ണെന്ന പോലെ മൺപാത്രം കാണുമ്പോൾ വ്യവഹാരത്തിൽ മൺപാത്രമുണ്ട്, നിങ്ങളെ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ അതിൽ. പക്ഷെ അത് പാത്രമായിരിക്കുമ്പോഴും പാത്രമാവുന്നതിന് മുമ്പും അത് മണ്ണ് മാത്രമാണ്. എല്ലാറ്റിനും സത്തയായി ആധാരമായി വർത്തിക്കുന്നു ആ പരമമായ ആത്മാ, ആ പരമേശ്വരൻ. അപ്പൊ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ലോകത്ത് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്? പ്രശ്നസങ്കീർണമായ ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് ഈ ഒരു ദർശനം സാധ്യമാവുന്നില്ല? പറയാണ്, ഈ പ്രപഞ്ചവുമായി നാം ബന്ധപ്പെടുന്നത് ശരീര മനോ ബുദ്ധികൾ മുഖേനയാണ്. ശരീരം കൊണ്ട് ബാഹ്യ വിഷയങ്ങളെ വിലയിരുത്തുന്നു,
അതുപോലെ തന്നെ മനസ്സുകൊണ്ട് മറ്റുള്ള വികാരങ്ങളെ വിലയിരുത്തുന്നു, ബുദ്ധി കൊണ്ട് വിചാരങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ നാം ലോകവുമായി സമ്പർക്കം ചെയ്യുന്നു. അങ്ങനെ ശരീര മനോബുദ്ധികളെ എപ്പോഴാണോ ഞാനല്ല അതെൻ്റെയാണ് എന്ന് അതിനെ അതിക്രമിക്കുന്ന സാധകൻ, ധ്യാനത്തിലെത്തുന്ന ആള്, താൻ ആരാണെന്ന് തിരിച്ചറിയുന്ന ആള്, താൻ ഈ ശരീരമല്ല, താൻ ഈ മനസ്സല്ല, താൻ ഈ ബുദ്ധിയല്ല, ഈ സംഘാതമൊന്നുമല്ല, അതൊക്കെ തൻ്റേതാണ് എന്ന് ആര് തിരിച്ചറിയുന്നുവോ, തന്നെ അതിൽ നിന്ന് വേർതിരിച്ചറിയുന്നുവോ, തൻ്റെ ഗുണദോഷങ്ങളെ അയാൾ വേർതിരിച്ചറിയുന്നു, അതുപോലെ മറ്റുള്ളവരുടെ ഗുണദോഷങ്ങളെയും വേർതിരിച്ചറിയുന്നു. ഉപാധിഗത ഭേദമാണെന്ന്. അതുകൊണ്ട് ഒരു വ്യക്തിയെ വെറുക്കുന്നില്ല, നിന്ദിക്കുന്നില്ല. അതൊക്കെ ഈശ്വര സ്വരൂപികളാണ്. അജ്ഞാന ആവരണം കൊണ്ട് ചെയ്ത തെറ്റുകളാണ്. അത് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും ഉള്ള സഹനശക്തി അയാളിലുണ്ട്. സ്വാഭാവികമാണത്. ഇതറിഞ്ഞ ഒരാളിൽ കൃത്രിമമല്ല. മറ്റൊരാൾക്ക് തെറ്റ് പറ്റുമെങ്കിൽ തനിക്കും തെറ്റുകൾ പറ്റുന്നുണ്ട്. അത് ഉപാധിഗതമാണെന്നറിയുന്നു. താനെല്ലാം ശരി, മറ്റുള്ളവരൊക്കെ ദോഷം. അങ്ങനെയല്ല. അതാണ് സർവ്വലോകത്തിലും സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആള് ആത്മസ്വരൂപത്തിലേക്ക് ഉണർന്ന് ആ പ്രബുദ്ധാവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം ആത്മമയമായി കാണുന്നു. ഈശാവാസ്യം ഇതം സർവം. മണ്ണിൽ നിന്ന് പാത്രങ്ങളും സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങളും ഭിന്നമല്ലെന്ന് അയാൾ അറിയുന്നു. അപ്പൊ നാനാത്വത്തിൽ ഏകത്വം ദർശിച്ച ആ ആത്മജ്ഞാനിയാണ് സമദർശി. അയാൾ സർവ ചരാചരങ്ങളിലും ആത്മാവിനെ ദർശിക്കുന്നു. ആത്മാവിൽ തന്നെയാണ് സർവചരാചരങ്ങളും എന്നറിയുന്നു. അയാളുടെ ദൃഷ്ടിയിൽ ബ്രാഹ്മണനെന്നോ ചണ്ടാളനെന്നോ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ എല്ലാറ്റിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. എല്ലാം ആ ഭഗവത് ഭാവത്തെ കാണുന്ന ഒരാളിൽ ഒന്നിലും ഭേദദൃഷ്ടി കാണാൻ പറ്റില്ല. ഉപാധിഗതമായ ഭേദമുണ്ട്. ഉപാധിഗത ഭേദം കൊണ്ടാണ് നമ്മൾ പട്ടിയെ കൊണ്ടുവന്ന് നമ്മൾ അടുത്ത് കിടത്താത്തത്. അത് ഉപാധിഗതമായിട്ട് ഭേദമുണ്ട്. ഉപാധിഗതമായിട്ടേ ഭേദമുള്ളൂ. സർവത്തിലും വിളങ്ങുന്ന ചൈതന്യമേകമാണ്. എല്ലാറ്റിനോടും സ്നേഹം മാത്രം. കാരണം എല്ലാറ്റിലും പരമാത്മാവിനെ ദർശിക്കുന്നു. ഈ ഒരു തലത്തിലേക്ക് ഉയർത്തുകയാണ് സർവ അനുഷ്ഠാനങ്ങളുടെയും പരമമായ തലമായ ധ്യാനയോഗ നിഷ്ഠയിലൂടെ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്.